ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്നുണ്ട് എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ പെപ്പേനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്നത്. സ്കൂളിലല്ല കേട്ടോ, നഴ്സറിയിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചടുത്താണ് നടക്കാനുള്ളത്. അപ്പോൾ അവനെ രാവിലെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ മോർണിംഗ് റുട്ടീൻ പോലെ എടുക്കാമെന്ന്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ മൈ മൂഡ്. സോ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനും അതോടൊപ്പം കുക്ക് ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഐ കെയിം ബാക്ക് ഹോം ആൻഡ് സ്റ്റാർട്ടഡ് കുക്കിംഗ്. ബട്ട് എനിക്ക് തിരിച്ച് വീണ്ടും പെപ്പനെ വിളിക്കാൻ പോകുന്നുണ്ട്. ഇവിടുത്തെ നഴ്സറി ടൈമിംഗ് വന്നിട്ട് ഇവൻ ഇപ്പോൾ ഉള്ളത് 3 days ആണ്. ഫസ്റ്റ് ഡേ ഇവന് സ്റ്റാർട്ടിങ് ഫ്രം 8:40 till 2:40. ബട്ട് അതർ 2 days ഇവന് 8:40 till 11:40 വരെ ഉള്ളൂ. സോ എനിക്കിവിടെ വന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും തിരിച്ച് അവനെ വിളിക്കാൻ പോകേണ്ട ഒരു ടൈം ആവും. ഇപ്പം ഇങ്ങനെ സമ്മറിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ രാവിലെ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുള്ള സമയത്ത് ഈ ജനലൊക്കെ ഒന്ന് കർട്ടൻസ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കും. കാരണം അപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ കയറുമല്ലോ. ഞാൻ ഓഫ് ഡേയ്സിൽ മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. ഷിഫ്റ്റിംഗ് ഡേയ്സ് ആണെങ്കിൽ എനിക്ക് ഹറിബറിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല. സോ മോർണിംഗ് തന്നെ ഹസ്ബൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചിക്കനും മിൽക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ രാവിലെ തന്നെ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവന് ഓൾറെഡി ഞാൻ പുട്ടും പഴവും കൊടുത്തു. എനിക്ക് രാവിലെ പ്രത്യേകിച്ച് ഞാൻ ഓഫുള്ള ദിവസം ഇവന് പോകുന്ന സമയത്ത് എനിക്ക് പുട്ടും പഴവും കൊടുക്കുമ്പോഴത്തേക്ക് അവന് കുറച്ച് വയറ് വിശപ്പ് അടങ്ങിയിരിക്കുമല്ലോ എന്ന് തോന്നും. കാരണം ഇവൻ്റെ ഫസ്റ്റ് ഡേ മാത്രമാണ് നമുക്ക് ലഞ്ച് കൊടുത്തു വിടുന്നത്. സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഇവന് ലഞ്ച് കൊടുത്തു വിടണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം കുറച്ച് മണിക്കൂർ മാത്രമല്ലേ അവൻ ഇരിക്കുന്നുള്ളൂ. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്ക് വിശപ്പുണ്ടാവും. ബട്ട് അതിന് മുമ്പ് നമ്മൾ വയർ നിറച്ച് വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കുമല്ലോ, നന്നായിട്ടിരുന്ന് കളിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വിടുന്നത്. അപ്പം രാവിലെ തന്നെ ഞാൻ ചിക്കൻ വൃത്തിയാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ചിക്കൻ ക്ലീൻ ചെയ്യാൻ ശരിക്കും ഞാൻ പഠിക്കുന്നത് നമ്മുടെ ദുബായിൽ ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് അവിടെ സാദിയയുടെ ഫുൾ ചിക്കൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നത്. ഇപ്പോഴും എക്സ്പേർട്ട് അങ്ങനെയൊന്നും അല്ല, ബട്ട് എന്നാലും തരക്കേടില്ലാതെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കട്ടിയായി പറയാം. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ചിക്കനെല്ലാം കട്ട് ചെയ്ത് കറിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പുട്ടുണ്ട്, കാരണം രാവിലെ പുട്ടുണ്ടാക്കിയപ്പം എനിക്ക് പഴം ഇഷ്ടമാണ്, എനിക്കും പെപ്പയ്ക്കും പഴം ഇഷ്ടമാണ്. പക്ഷേ ഹസ്ബൻഡിന് എന്തെങ്കിലും കറി വേണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചിക്കൻ കറി ഉണ്ടാക്കാം. അതാകുമ്പോൾ ലഞ്ചിന് സ്പെഷ്യലായിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ടി വരത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ദുബായിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാട്ടോ ഒരു കാര്യം ഓർത്തത്. ഞാൻ ദുബായിൽ ഫസ്റ്റ് ടൈം പോകുന്നത് ഒരു വിസിറ്റിംഗ് വിസയിലാണ് ഞാൻ പോകുന്നത്. അവിടെ എനിക്ക് സെക്കൻഡ് വിസിറ്റിങ്ങിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. ഞാൻ ഇവിടെ UK നിൽക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും അവിടുത്തെ ഡേയ്സും അവിടുത്തെ വർക്കും അവിടുത്തെ ലൈഫൊക്കെ ഞാൻ ആലോചിക്കും. ചില സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിസ്സിങ് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ലൈഫ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഞാൻ ലൈഫ് എന്താണെന്ന് പഠിച്ചത് തന്നെ ദുബായിൽ പോയിട്ടാണ്. കാരണം ബെഡ് സ്പേസിൽ താമസിക്കുന്നു, ജോലിക്ക് പോകുന്നു, രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, തന്നെ കുക്ക് ചെയ്യാൻ പഠിക്കുന്നു, തന്നെ വാഷ് ചെയ്യാൻ പഠിക്കുന്നു, വീട്ടുകാരെ വിട്ട് നിൽക്കുന്നു, ഓരോ സിറ്റുവേഷൻസ് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നു. ഇതൊക്കെ അവിടെ ചെന്നിട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു പക്ഷേ UK വന്നിട്ട് സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ദുബായിൽ ചെന്നപ്പോൾ ദുബായിലെ ലൈഫ് എന്ന് പറയുമ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ ചെല്ലുന്നത് വിസിറ്റിംഗ് വിസയിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ വിസിറ്റിംഗ് വിസയിൽ എനിക്ക് അറിയില്ലായിരുന്നു നമുക്ക് എങ്ങനെയാണ് ജോലി കിട്ടാൻ സാധ്യത. പക്ഷേ ആകെ കൂടി അറിയാവുന്നത് ഇൻഡീഡ്, ടുബിസിൽ അങ്ങനത്തെയൊക്കെ സൈറ്റ്സിൽ അപ്ലൈ ചെയ്യണം എന്നായിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത് കുറച്ച് ഇൻ്റർവ്യൂസ് കിട്ടിയിട്ടുമുണ്ട്. പിന്നീടാണ് എനിക്ക് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ഇൻഫോർമേഷൻസൊക്കെ കിട്ടി. നമുക്ക് ഓരോ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കയറി ഇറങ്ങി CVs ഒക്കെ കൊടുക്കും. ഈ CV കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ദുബായിൽ ഒരു ജോലി കിട്ടുന്നത്. ബട്ട് ആ കൊറോണയ്ക്ക് മുൻപ് തന്നെ ഞാൻ റിസൈൻ ചെയ്തു, കാരണം മാരേജ് ഫിക്സ് ചെയ്തതുകൊണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞ് UK വന്നത്. അപ്പം എൻ്റെ സ്റ്റാർട്ടിങ് ടൈം ദുബായിലും അത്യാവശ്യം സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ UK ലൈഫ് സ്റ്റാർട്ടിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ് ഞാൻ
ഫേസ് ചെയ്തത്. ആ സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ, ഇട്ടെറിഞ്ഞിട്ട് ഓടിയാലോ എന്ന് വരെ തോന്നിയ സമയങ്ങളുണ്ട്. അതിൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഇതെനിക്ക് പറയാൻ നാണക്കേടില്ല കേട്ടോ, കാരണം നമ്മൾ ഏത് ജോലി ഏത് നാട്ടിൽ ചെയ്താലും അത് അഭിമാനത്തോടുകൂടെ പറയണം. കാരണം നമ്മൾ ഒരു ജോലിനെയും കുറച്ച് കാണേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. സോ അതുകൊണ്ട് ഞാൻ പറയാം, ഞാനിവിടെ ഫസ്റ്റ് UK വന്നപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത ജോലി വെംബ്ലി സ്റ്റേഡിയം തൂക്കാൻ പോകാമെന്നുള്ളതായിരുന്നു. അപ്പം വെംബ്ലി സ്റ്റേഡിയം ഇവിടെ നിൽക്കുന്നവർക്കറിയാം എത്രത്തോളം വലുതാണെന്നുള്ളത്. അപ്പം അവിടെ പോയപ്പോൾ ഒരു ഏജൻസിയുടെ അണ്ടറിലാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്ന് വെംബ്ലി സ്റ്റേഡിയം തൂക്കാൻ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. വേറൊന്നുമില്ല, അവിടെ ഈ മാച്ചൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ കിടക്കുന്ന കുപ്പിപ്പാട്ട അതൊക്കെ പറക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് അവർ തൂക്കാൻ പറയും, അത് കഴിയുമ്പോൾ തുടയ്ക്കാൻ പറയും. ഇതൊക്കെയായിരുന്നു അന്നത്തെ പണി. അപ്പം ആദ്യം ഞാൻ ഇവിടെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം പോകുന്ന സമയത്ത് വോക്കുണ്ട്. അവിടെ ചെന്ന് രാത്രി തണുപ്പത്താണ് നൈറ്റ് ഷിഫ്റ്റിൽ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു വെളുപ്പിനെ സമയമായപ്പോഴത്തേക്ക് എനിക്ക് തീരെ പറ്റാണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാം. അപ്പോൾ അയാൾ പറഞ്ഞ്, അവിടെ നിൽക്കുന്ന ആൾ പറഞ്ഞ് 1 മണിക്കൂറും കൂടി ഉള്ളൂ ഷിഫ്റ്റ് തീരാൻ, പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇറങ്ങുമോ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇത്രയും നേരം ചെയ്ത കാശ് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമായിട്ട്, ഇനി 1 മണിക്കൂറല്ലേ എങ്ങനെയെങ്കിലും നിൽക്കാമെന്ന് പറഞ്ഞ് കരഞ്ഞ് ആ 1 മണിക്കൂർ തീർന്ന് വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ആ ഒരു പണിക്ക് പോയില്ല എന്ന്. പക്ഷെ ഞാൻ പോയില്ല കേട്ടോ, കാരണം ആ ഒരു പണി എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മോശമായിട്ടോ അങ്ങനെയൊന്നുമല്ല, പ്രത്യേകിച്ച് എനിക്ക് ഹെൽത്ത് പറ്റുന്നില്ല, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നൈറ്റ് തണുപ്പത്ത് അങ്ങനെ നിന്ന് പറ്റത്തില്ലായിരുന്നു. എനിവേ ആ ഒരു ജോലി അന്നത്തോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കെയർ ഷിഫ്റ്റിന് ഞാൻ നോക്കി തുടങ്ങി. അങ്ങനെ ഒരു ഏജൻസി കണ്ടുപിടിച്ചു. അങ്ങനെ കെയർ ഹോമിൽ DBSും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പാർട്ട് ടൈം കെയർ അസിസ്റ്റൻറ്റ് ജോബായിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് 1 by 1 ആയിട്ട് ഞാൻ ഓരോന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ UK വന്നിട്ട് കെയർ അസിസ്റ്റൻറ്റ് ജോബാണ് ഞാൻ കുറച്ച് താല്പര്യത്തോടെ പോയി തുടങ്ങിയത്. അതിന് മുമ്പ് ഈ പറഞ്ഞ വെംബ്ലി സ്റ്റേഡിയം തൂക്കുന്നത്, പിന്നെ ലോണ്ട്രിയിൽ പോയിട്ടുണ്ട്, പിന്നെ ഫുഡ് പാക്കിംഗ് സെക്ഷനിൽ പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ജോബിലൊക്കെ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒന്നും ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരു സെക്യൂർഡായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സെക്യൂർഡ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എനിക്കത്ര കംഫർട്ട് സോണായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് കെയർ അസിസ്റ്റൻ്റ് ജോബിൽ കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ കണ്ടിന്യൂ ചെയ്തു. കുറേ നാൾ ഏജൻസി ത്രൂ പാർട്ട് ടൈം ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ UK വന്നൊരു 1-2 months മാത്രമാണ് ഞാൻ അല്ലാണ്ടുള്ള ജോലിക്കൊക്കെ പോയത്. പിന്നീട് വൺസ് ഞാൻ കെയർ അസിസ്റ്റൻറ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേറെ ഒരു ജോലിക്കും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ പെർമനൻ്റ് ആയിട്ടും ട്രൈ ചെയ്തത് കെയർ അസിസ്റ്റൻറ്റ് തന്നെയായിരുന്നു. പിന്നെ കൂടുതലും നമുക്ക് കെയർ അസിസ്റ്റൻറ്റ് ജോബിലാണ് വിസ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് തോന്നിയത്. അതുകൊണ്ടും കൂടി കേട്ടോ അങ്ങനെ ട്രൈ ചെയ്തത്. അപ്പം സ്റ്റുഡൻറ്റ് പീരീഡിൽ നിൽക്കുന്നവർക്ക് ഞാൻ എനിക്ക് ഏജൻസി ത്രൂ അല്ല ഞാൻ കയറിയത്, ഞാൻ ഡയറക്റ്റാണ് കയറിയത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഡയറക്റ്റ് കെയർ ഹോമിൽ കയറിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയതും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ഈ കെയറർ ഫീൽഡിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ UK കെയർ അസിസ്റ്റൻ്റാണ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നാട്ടിലുള്ള ആൾക്കാർക്ക് അത്ര ഒരു കെയർ ഹോം ജോലിയല്ലേ, സായിപ്പിൻ്റെയൊക്കെ അപ്പിയും മൂത്രവും കോരുന്നതല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, എന്നതാണ് ഈ അപ്പിയും മൂത്രമൊക്കെ കോരുന്നതിനൊരു പ്രശ്നം? എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, എന്ത് ജോലി ചെയ്യണം, എന്ത് ജോലിയാണ് അവർക്ക് ഓക്കെ ആയിട്ടുള്ളത്. നമുക്കൊരു ജോലിയിൽ ഓക്കെ ആണെന്ന് തോന്നിയാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇപ്പം എൻ്റെ പപ്പ മരിച്ചത് ഒരു കടപ്പിൽ കിടന്ന് അങ്ങനെ മരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ പപ്പ കടപ്പിലായ സമയത്ത് എനിക്ക് നല്ല വൃത്തിക്കറിയാം എൻ്റെ മമ്മി എന്തോരം കഷ്ടപ്പെട്ടാണ് എൻ്റെ പപ്പാനെ നോക്കിയെന്നും, എൻ്റെ പപ്പാടേതായ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും എൻ്റെ മമ്മി നോക്കേണ്ട വന്നു. പപ്പ
ഈവൻ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ബെഡഡ് പേഷ്യൻസ് ഒറ്റ കടപ്പിൽ കിടന്ന് ലാസ്റ്റ് അവർക്ക് ബാക്കിലൊക്കെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ കണക്കത്തൊക്കെ വരും. അങ്ങനത്തെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ കണ്ട് അതിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് ഇതൊക്കെ എൻ്റെ മമ്മി പേഴ്സണലി എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തിക്ക് വയ്യാതായാൽ അല്ല ഒരു വ്യക്തി ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ലേ, അത്രേ ഇവിടെയും ചെയ്യുന്നുള്ളൂ. സോ UK വരുന്നവർക്ക് ഇതാണല്ലോ പണിയെന്ന് വിചാരിച്ചിട്ട് ആരും കുറച്ചാണ് കേട്ടോ. ഇതും ഒരു പണി തന്നെയാണ്. ഇതിനും അത്യാവശ്യം പേയ്മെൻ്റ് ഉള്ള ജോലി തന്നെയാണ്. അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റേതായ റെസ്പെക്റ്റും വാല്യൂവും കൊടുക്കാൻ ശ്രമിക്കുക. അത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണിയും തീർന്നു, എൻ്റെ വർത്തമാനം തീർന്നു. ഇനി റെസ്റ്റ് എടുത്തിട്ട് നേരെ പെപ്പേനെ വിളിക്കാൻ പോകണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് പേർക്കെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ സോറി. So thanks for watching my video. Don't forget to like, share and subscribe. So see you with another video. Bye. Take care.